വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് VIP സിഗ്നലുകളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ട്രേഡിംഗ് എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് എടുത്തതിന് ശേഷം പഠിച്ചതിന് ശേഷം ട്രേഡ് എടുക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫോറക്സ് കമ്മോഡിറ്റിയിൽ ഫോറക്സ് ഗോൾഡിൽ മാത്രമാണ് നമ്മൾ ട്രെയിനിങ്ങും അതുപോലെ തന്നെ നമ്മൾ സിഗ്നൽസും കൊടുക്കുന്നത്. നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഡെയിലി സിഗ്നൽ കൊടുക്കുന്നത്, ഇൻട്രാഡേ സിഗ്നൽസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫോറക്സ് ഗോൾഡിലാണ് നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ രണ്ടിലും വരുന്നൊരു വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊതുവേ നമ്മൾ VIP ചാനലിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന VIP ചാനലിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളെപ്പോഴും സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. എങ്ങനെയാണ് അവർ ആ സിഗ്നൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ക്ലയൻസിന് അറിയത്തുണ്ടാവില്ല. അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എൻട്രികൾ മിസ്സായി പോവുക, സിഗ്നൽ മിസ്സായി പോവുക എന്നുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾക്ക് ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് മൂവ്മെന്റ്സിനും അതുപോലെ തന്നെ ചാർട്ട് അനാലിസിസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സാക്റ്റ് ടൈം, ഇന്ന സമയത്തിനുള്ളിൽ തന്നെ സിഗ്നൽ വരുമെന്നും ഇന്ന എൻട്രികൾ കറക്റ്റായിട്ട് നമ്മൾ എടുക്കണമെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഓരോ സമയം മാറുന്നതിനനുസരിച്ചും മാർക്കറ്റിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്, മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് മാറുന്നുണ്ട്, ചാർട്ടുകൾ മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പലപ്പോഴും ജോലിയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ല സിഗ്നൽസ് ഒക്കെ മിസ്സായി പോവുക. പിന്നീട് അവർ എടുക്കുന്ന ഒരു സിഗ്നൽ ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് ലോസ് ആണെങ്കിൽ അവർക്ക് ഒന്നുകൂടി അത് ലോസിലേക്ക് പോവുക, അത് അവരുടെ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റാതെ വരിക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു VIP സിഗ്നൽസിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട്. അത് നമ്മൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഇത് ട്രേഡിംഗ് ആണെന്നുള്ള ഒരു ഇത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മൂവ്മെന്റിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സിഗ്നൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി അതിനനുസരിച്ച് നമ്മൾ എൻട്രികൾ എടുത്തൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു VIP സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഓവറോൾ പ്രോഫിറ്റിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു എല്ലാ സിഗ്നലും നമ്മൾ പ്രോഫിറ്റിലാണ്, ചിലപ്പോൾ ഒന്നോ രണ്ടോ സിഗ്നലിലായിരിക്കും നമുക്ക് SL ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഓവറോൾ ലോസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാറുണ്ട്. കാരണം എവിടെ അത് റിസ്ക് മാനേജ് ചെയ്യണം എന്നറിയത്തില്ല, എവിടെ ക്ലോസ് ചെയ്യണം എന്നൊന്നും ആളുകൾക്ക് അറിയില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ക്ലാരിറ്റിയും ഇല്ല, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിഗ്നൽ തന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് ടൈം നമുക്ക് കൊടുക്കാൻ പറ്റാത്തതും അതുപോലെ തന്നെ സിഗ്നൽ മിസ്സാവുന്നതും റിസ്കിനെ മാനേജ് ചെയ്യാൻ ആളുകൾക്ക് സ്വന്തമായിട്ട് അറിയാത്തതിനും എല്ലാം വളരെയധികം വരുന്ന ഒരു ലിമിറ്റേഷനാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ട്രെയിനിങ് കൂടിക്കഴിയുമ്പോൾ, ട്രെയിനിങ് കൂടുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഈ ഒരു ഗോൾഡ് എങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇതിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക എന്നുള്ളതിനും ഒരു എക്സാക്ട് ക്ലാരിറ്റിയാണ് നമുക്ക് അവിടെ കിട്ടുക. നമ്മുടെ ട്രെയിനിങ് സെഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തിയററ്റിക്കൽ പാർട്ട് മാത്രം കൊടുത്തിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കൺഫ്യൂഷൻ ആകുന്ന തരത്തിലുള്ള ഒരു മെത്തേഡോ കാര്യങ്ങളോ അല്ല നമ്മൾ ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു ട്രേഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നമുക്ക് ഒരുപാട് നാളുകളായിട്ട് ആളുകൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ, ഭയങ്കര റിസ്ക് ആണ്, ഇത് ആർക്കും ചെന്നെത്താൻ പറ്റാത്ത ഒരു മേഖലയാണെന്നുള്ള വളരെ വലിയൊരു ഹൈപ്പ് കൊടുത്തു വെച്ചിരിക്കുന്നത്, വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിത് ചെയ്യാൻ എന്നുള്ള രീതിയിൽ വളരെ വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു സംഭവത്തിനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പലപ്പോഴും പേടിയാണ് ഇത് പഠിക്കാൻ. പലപ്പോഴും പല ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള നമ്മൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ട്രെയിനിങ് സെന്ററുകളിൽ നിന്നൊക്കെ ട്രെയിനിങ് എടുത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്ന് വീണ്ടും സിഗ്നലുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് വരുന്നതും. അവർക്ക് വീണ്ടും എന്താ പറയുക, എത്ര ട്രെയിനിങ്ങിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അവർക്ക് സ്വന്തമായിട്ട് ഒരൊറ്റ ട്രേഡ് പോലും എടുക്കാനായിട്ട്, അതായത് പേടിയില്ലാതെ എടുക്കാനായിട്ടും ഷുവർട്ടിയോടുകൂടി എടുക്കാനായിട്ടും സാധിക്കുന്നില്ല. എത്ര ട്രെയിനിങ്, ഓൾമോസ്റ്റ് ആളുകളെല്ലാം ട്രെയിനിങ് കൂടിയവരാണ്, ഒരുപാട് ലാക്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വീണ്ടും മടിയാണ്. കാരണം അവർക്ക് പേടിയാണ്. ഓൾറെഡി നമ്മളൊരു ട്രെയിനിങ് കൂടി, അവിടെയൊക്കെ ഇത് തന്നെയാണ് സംഭവിച്ചത്, വീണ്ടും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു തോട്ടിന്റെ പുറത്താണ് പലപ്പോഴും ആളുകൾ വീണ്ടും അതിലേക്ക് വരാൻ മടിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ലാക്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലാക്സുകൾ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ കൊണ്ട് കളയുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്
നമ്മൾക്ക് നന്നായിട്ട് നമ്മളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ നമ്മളെ പഠിപ്പിക്കും എന്ന് ഉറപ്പ് തരുന്ന ഒരു ട്രെയിനറുടെ അടുത്ത് നമ്മൾ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ ട്രെയിനിങ് കൂടാനായിട്ട് ശ്രമിക്കുക. കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റ് എങ്ങനെ റൺ ചെയ്യുന്നു, ഈ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും. മാർക്കറ്റ് എന്ന് പറയുന്നത് അത്രയും വല്ല, അതായത് ഗോൾഡ് എന്ന് പറയുന്നത് ഹൈ വോളറ്റൈലാണ്, വളരെയധികം മൂവ്മെന്റ്സ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കൈകളിൽ ഒതുക്കി നല്ല രീതിയിൽ നമുക്കൊരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളത് പഠിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ അതായത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിഗ്നൽ ഗ്രൂപ്പുകളെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അതായത് ട്രേഡിങ്ങിന്റെ കുറേ തിയററ്റിക്കൽ പാർട്ടും കുറേ പേരുകളും ഇതൊന്നും പഠിക്കുക, കുറേ ടെക്നിക്കൽ ടേംസുകളും ഇതൊന്നും പഠിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാനായിട്ട് പറ്റും, ഒരു ട്രേഡ് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഏതൊരു ഡയറക്ഷനിലേക്കാണ്, ഒരു മാർക്കറ്റ്, ഒരു ഹോൾ മാർക്കറ്റ് അനാലിസിസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ SL വെക്കുക അല്ലെങ്കിൽ SL ഹിറ്റാക്കിക്കുക എന്നുള്ളതിനപ്പുറം അതിനപ്പുറത്തേക്ക് നമുക്ക് അതൊരു റിവേഴ്സ് ഡയറക്ഷനിലേക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ റിസ്കിനെ മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ട്രേഡിങ് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണകളില്ല. എല്ലാവർക്കും ഇത് പേടിയാണ്, ട്രെയിനിങ് എടുക്കാൻ, ട്രെയിനിങ് പഠിച്ചാൽ ഇതാണ് അവസ്ഥ എന്നുള്ള ഒരു ഓവറോൾ ഒരു തോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ട്രെയിനിങ് സെഷനിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള, അതായത് നമ്മൾ ഇത്രയും കുറേ വർഷങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്ത് നമ്മളുടേതായ രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് നമ്മുടെ ക്ലയൻസിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ക്ലയൻസിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിളായിട്ട് ഈ ട്രേഡ് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം അവർക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനും, അതുപോലെ തന്നെ നമ്മൾ VIP സിഗ്നൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരൊറ്റ സിഗ്നൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഒരേ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് അൺലിമിറ്റഡ് ട്രേഡ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമുകളിൽ പല രീതിയിൽ പല തവണയായിട്ട് നമുക്ക് അൺലിമിറ്റഡ് ട്രേഡ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അവിടെ വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മളുടെ സമയത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് ട്രേഡ് ഉണ്ട്. നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് ഇരുന്ന് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അവിടെയുള്ളത്. അത് മാത്രമല്ല നമ്മൾ എന്തിന്റെ ബേസിലാണ് ഈ ട്രേഡ് എടുത്തിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു വ്യക്തമായ ക്ലാരിറ്റിയും നമുക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഇമ്മീഡിയറ്റ്ലി അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് എൻട്രി അവിടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് കണ്ടിട്ട് നാളെ ഏത് മാർക്കറ്റ് ആയിരിക്കും എന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുന്ന, അതായത് പുതിയതായിട്ട് വരുന്നൊക്കെ ഒരാൾക്കാരാണ് എങ്കിൽ ആദ്യമേ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ട്രേഡ് ചെയ്യാനായിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നല്ലൊരു ട്രെയിനിങ് സെഷൻ കൂടിയതിന് ശേഷം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാത്രമാണ് ഈ ട്രേഡിങ്ങിൽ ഒരു സക്സസ് ഉണ്ടാകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഏതൊരു സാധാരണക്കാരനും വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള മെത്തേഡാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. വളരെ എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്രയേറെ ഈസിയാണ്. നമുക്ക് ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ തന്നെ അത് ലോങ് റൺ ചെയ്യാതെ തന്നെ അതിൽ പല തവണ നമുക്ക് ആ എൻട്രികൾ വീണ്ടും വീണ്ടും വരികയും അതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് 1-2 പോയിന്റ് സ്കാൽപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പലതവണ ചെയ്താൽ തന്നെ പോലും നമുക്ക് നല്ല പ്രോഫിറ്റ് യാതൊരു ലോസും ഇല്ലാതെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം എന്താ പറയുക, ട്രേഡിങ്ങിനെ പേടിക്കാതിരിക്കുക. ട്രേഡിങ് ഇത്ര വലിയൊരു സംഭവമായിട്ട് നമ്മൾ അതിനെ കാണാതിരിക്കുക. കാരണം നമുക്ക് ഒരിക്കലും നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത ഒരു ലെവലിലുള്ള ഒരു സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക. ഏതൊരാൾക്കും പഠിച്ച് എടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. ചില ആളുകൾ നമ്മുടെ അടുത്ത് എൻക്വയറിക്കായിട്ട് വരുമ്പോൾ പലപ്പോഴും അവർ പലയിടത്തുനിന്നും ട്രെയിനിങ് ഒക്കെ കൂടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ കുറേ കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മളെ എന്താ പറയുക, കുറച്ച് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മളോട് അടുത്ത് സംസാരിക്കാറുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു ബിഗിനർ ആണ് ഞാനെങ്കിൽ ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഇത്രയും ഒരു സിഗ്നൽ കാര്യങ്ങൾ നമ്മൾ സിഗ്നൽ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മളത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൽ എത്ര ലോസ് വരുന്നു. ലോസ് വന്നാൽ പോലും പ്രോഫിറ്റാണ് എപ്പോഴും ഓവറോൾ നിൽക്കുന്നത്. പിന്നെ എന്നിട്ട്
എന്നിട്ടും ഓവറോൾ ലോസിലേക്ക് പോകുന്നത് എപ്പോഴും ആളുകൾക്ക് ഒരു ട്രേഡിങ്ങിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ലോസിലേക്ക് പോകുക. നമുക്ക് എല്ലാ ക്ലയൻസിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആളുകൾക്ക് ഒരു ട്രേഡിംഗ് സിസ്റ്റം ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ VIP സിഗ്നൽ വെച്ചിട്ട് തന്നെ പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കും. അങ്ങനെ പലപ്പോഴും ഈ VIP സിഗ്നൽ വെച്ചിട്ട് പ്രോഫിറ്റബിൾ ആകുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഒരു സിസ്റ്റമാറ്റിക്കലി ഒരു ഇത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ VIP സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഒരു ലോസിലേക്ക് പോകും. പക്ഷേ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതല്ല ഉണ്ടാവുക. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സമയത്തിന് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ കൺട്രോളിലായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ന്യൂസ് ടൈം ഒഴികെ, ന്യൂസ് ടൈമിൽ മാക്സിമം നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ന്യൂസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ കൺട്രോളിൽ അല്ലാതെ വരുന്ന വളരെ ചെറിയ ന്യൂസ് ടൈം എന്ന് പറയുന്നതാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ് വന്നാൽ മാത്രമേ നമ്മുടെ കൺട്രോൾ വിട്ടിട്ട് ആ ട്രേഡ് പോകാറുള്ളൂ. എന്നാൽ പോലും അത് SL വെക്കുന്ന സമയത്ത് SL കൊണ്ട് നിൽക്കാൻ സാധിക്കും. അല്ലാതെയുള്ള ലോവർ മൂവ്മെന്റുകളിലെല്ലാം അതായത് ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും ഈ മാർക്കറ്റ് എപ്പോഴും നമുക്ക് റിസ്കിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കൺട്രോളബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരാളും ആദ്യമേ തന്നെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട് എങ്കിൽ അവർ ആദ്യമേ തന്നെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം, ട്രേഡ് എടുക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ട്രെയിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൻ്റെ 100 ഇരട്ടി നമ്മൾ കളഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ട്രെയിനിങ്ങിലേക്ക് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നത്. മന്ത്ലി $15 സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിന്റെ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. ട്രേഡ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അതായത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് എടുത്ത് അതൊരു ഇൻകം സോഴ്സ് ആയിട്ട് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ ട്രെയിനിങ് കോഴ്സിൽ പങ്കെടുക്കാവുന്നതാണ്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കോൺടാക്ട് ചെയ്താൽ ഈ 2 കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്